ഈ റിസർവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ജോലിയൊക്കെ റിസർവേഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങനെ ഒരു ചിന്ത UPSC PSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനുണ്ട്. പക്ഷെ അത് തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് കേട്ടോ. നിങ്ങൾ കണക്കുകൾ എടുത്ത് നോക്കുക. ഒരു വർഷം എത്ര ശതമാനം ആൾക്കാരാണ് റിസർവ്ഡ് കാറ്റഗറിയിൽ നിന്നും ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്, ജനറൽ കാറ്റഗറിയിൽ നിന്നും ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്? UPSC PSC SSC നിങ്ങൾ എന്തെടുത്ത് നോക്കിയോളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വെച്ച് പുലർത്തുകയാണെങ്കിൽ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ഒക്കത്തില്ല. ജനറൽ കാറ്റഗറീസ് വിദ്യാർത്ഥികൾ ധാരാളം എന്ത് ചെയ്യുന്നുണ്ട്, റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നു. ഞാൻ ജനറൽ കാറ്റഗറിയിലുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ജനറൽ കാറ്റഗറിയിലൊക്കെ ഉള്ളൊരു വിദ്യാർത്ഥിക്ക് പഠിച്ച് രക്ഷപ്പെടാൻ പറ്റുമോ? അങ്ങനെ പഠിച്ച് രക്ഷപ്പെട്ടിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഞാനും അത്തരത്തിൽ ടോപ്പ് റാങ്കിലേക്ക് വന്നൊരു വ്യക്തിയാണ്. അപ്പൊ തുടക്കത്തിൽ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ആ ഒരു കാര്യമാണ്, റിസർവേഷൻ എന്ന് പറയുന്ന സംഭവത്തിനെ പേടിച്ച് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാതിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ചിട്ടയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും ജോലി കിട്ടും. കാര്യം റിസർവേഷൻ എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയൊരു കാര്യമല്ല. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അത് ഭീകരമാണ്. വർഷങ്ങളോളം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം തലമുറകളോളം അടിച്ചമർത്തി ഇടപെട്ട ഒരു വിഭാഗത്തിന് കൊടുക്കുന്ന അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണത്. അത് പേടിച്ച് നിങ്ങൾ എന്തായാലും എക്സാമിന് പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. നമ്മളെല്ലാവരും കോൺസ്റ്റിറ്റ്യൂഷൻ ബഹുമാനം ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരണം. ബിക്കോസ് റിസർവേഷൻ എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിന്, പ്രത്യേകിച്ചും ഷെഡ്യൂൾഡ് കാസ്റ്റ് പട്ടിക ജാതി വർഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ റിസർവേഷനെ സംബന്ധിക്കുന്ന ഒരു ലാൻഡ്മാർക്ക് ജഡ്ജിമെന്റ് സുപ്രീം കോടതി ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് പൊട്ടും. ഇപ്പൊ റിസർവേഷനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തൽക്കാലം നിർത്തിവെച്ചിട്ട് റീസെന്റായി ഈ കാര്യത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയർ എന്താണെന്ന് നോക്കണം. ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിലെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നല്ല റിസർച്ച് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനൽ മെമ്പേഴ്സ് ആവുക. ഡെയിലി രാവിലെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം അല്ലെ. ഇപ്പോ പണ്ട് തൊട്ടുള്ള ഒരു ചോദ്യമാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. നമുക്കറിയാം ഷെഡ്യൂൾഡ് കാസ്റ്റിന് എന്തുണ്ട്, സംവരണം, റിസർവേഷൻ ഉണ്ട്. അപ്പോ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ട ഒരു വ്യക്തി മതം മാറുന്നു, അയാൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നു, ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കുന്നു, അപ്പോൾ അയാൾക്ക് റിസർവേഷൻ കിട്ടുവോ കിട്ടില്ലേ? അതൊരു ചോദ്യമാണ്. ഇതേ ചോദ്യം ഷെഡ്യൂൾഡ് ട്രൈബ് അതിനെ സംബന്ധിച്ച് ഉയർന്നിരുന്നുണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബിൽ ഒരു വ്യക്തി, ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഷെഡ്യൂൾഡ് ട്രൈബിൽ ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് റിസർവേഷൻ കിട്ടുവോ കിട്ടത്തില്ലേ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇപ്പൊ അതെല്ലാം പഠിക്കാൻ പോവാണ്. ഒറ്റ വാക്കിൽ ഇതിന് ഉത്തരം ഞാൻ തരാം. ഇനി മുതൽ, അതായത് 2026 സുപ്രീം കോടതി ഒരു പ്രധാനപ്പെട്ട ഒരു ചിദാനന്ദ ആനന്ദ് വേഴ്സസ് ആന്ധ്രാപ്രദേശ് കേസിൽ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഹിന്ദു, ബുദ്ധിസ്റ്റ്, സിഖ് മതങ്ങൾ, ഈ മതത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ജനിച്ചൊരു വ്യക്തി പിന്നീട് മതം മാറി ക്രിസ്ത്യാനിറ്റിയോ ഇസ്ലാമോ അല്ലെങ്കിൽ സൊറാസ്ട്രിയൻ അല്ലെങ്കിൽ പാഴ്സി മതമുണ്ട്, ആ ഏതെങ്കിലും മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് പട്ടികജാതി എന്ന് പറയുന്ന ആ വിഭാഗത്തിന് കിട്ടുന്ന റിസർവേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് ഫെസിലിറ്റീസോ എല്ലാം അതോടുകൂടി നിൽക്കും, കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും. ഇമ്മീഡിയറ്റ് ആൻഡ് കംപ്ലീറ്റ് ലോസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റാറ്റസ് ഫ്രം ദ മൊമെന്റ് ഓഫ് കൺവേർഷൻ റിഗാർഡ്ലെസ് ഓഫ് ഹിസ് ബർത്ത്. അതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള വാചകം. ജനിച്ചത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ പോലും അയാൾ മതം മാറിക്കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, 3 മതങ്ങൾ കുഴപ്പമില്ല, ഹിന്ദു, ബുദ്ധിസം, സിഖ്, ഇത്തരം മതത്തിലാണെങ്കിൽ കുഴപ്പമില്ല. ഇതിന് പുറത്തുള്ള ഏതെങ്കിലും മതം, ഇപ്പൊ ഇസ്ലാം, മറ്റേ ഏത് മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാഴ്സി മതം, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഏത് മതം സ്വീകരിച്ചു കഴിഞ്ഞാലും അയാൾക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസർവേഷൻ കയ്യിൽ നിന്ന് പോവും. അത് മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടെ പറയാനുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളിപ്പം ഡിഗ്രി ലെവൽ എക്സാംസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രിലിംസ് വരാൻ പോവാണ്. ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റഡ് ആയി പഴുതടച്ച് പഠിക്കാനായിട്ട് ഞങ്ങളുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ബാച്ചും ഉണ്ട്, ക്രാഷ് കോഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ഇനി 2026-27 ഭാവിയിൽ വരാനിരിക്കുന്ന എക്സാംസിന്, അത് 10th +2 ഡിഗ്രി ലെവൽ എല്ലാ എക്സാംസിനും നിങ്ങൾ സമഗ്രമായിട്ടുള്ള ഒരു ബാച്ചാണ് നോക്കുന്നതെങ്കിൽ ഞങ്ങൾ ലോങ് ടേം അൾട്രാ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തെങ്കിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾ ഇതിന്റെ ഡെമോ ക്ലാസ് ഇരുന്ന് കാണുക. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കിട്ടും. നല്ലൊരു ഫൗണ്ടേഷൻ, PSC പഠിക്കാൻ വേണ്ടി നല്ലൊരു ഫൗണ്ടേഷൻ കിട്ടാൻ ആ ക്ലാസ്സുകൾ തന്നെ ധാരാളമാണ് കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടല്ലേ, ഈ ഒരു ആക്ടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്.
കാര്യം നമുക്കറിയാം നൂറ്റാണ്ടല്ല ഇവൻ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണ് ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും, പട്ടികജാതി പട്ടികവർഗം. അപ്പൊ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഇവരെ ഉപദ്രവിക്കുന്ന ആൾക്കാരെ ശിക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട നിയമമാണ് SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാള് മതം മാറുകയാണെങ്കിൽ ഈ ആക്ടിന്റെ അണ്ടറിൽ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന, ആ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ പ്രൊട്ടക്ഷനും നശിക്കും. ഇപ്പൊ സാധാരണ വ്യക്തി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്തെല്ലാം ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടും, അത് കിട്ടും. അതല്ലാതെ ഈ SC/ST ആക്ടിന് അണ്ടർ എക്സ്ട്രാ സേഫ് ഗാർഡ്സ് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കിട്ടത്തില്ല. ഓക്കെ, ഇതിന്റെ റീസൺ എന്താ? ഇതിന്റെ റീസൺ ആണ് പ്രധാനമായിട്ടും പറയുന്ന ഒറ്റ കാര്യമാണ് ഈ ജാതി വ്യവസ്ഥ. അതിപ്പോ അംബേദ്കറും ഗാന്ധിജിയും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഹിന്ദു മതത്തിന്റെ ഒരു എന്താ പറയാ ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ് മതങ്ങളിൽ അതിന്റെ എലമെന്റ്സ് കാണാറുണ്ട്. അംബേദ്കർ, ഹിന്ദുവായി ജനിച്ച അംബേദ്കർ മരിക്കുന്നത് ബുദ്ധിസ്റ്റ് ആയിട്ടാണ്. എന്തുകൊണ്ടാണ്? ഹിന്ദു മതത്തിലെ ഈ ജാതി വിവേചനം സഹിക്കാൻ പറ്റും, ചാതുർവർണ്ണ സിസ്റ്റം എന്നൊക്കെ പറയും അല്ലെ. അതായത് ദൈവത്തിന്റെ മുഖത്തു നിന്നും ബ്രാഹ്മണൻ ഉണ്ടായി, ഭുജങ്ങൾ കൈകളിൽ നിന്നും ക്ഷത്രിയനുണ്ടായി, പാദങ്ങളിൽ നിന്നാണ് ഏറ്റവും മോശപ്പെട്ട ജാതികൾക്ക് പാദങ്ങളിൽ നിന്നാണ് ഉണ്ടായെന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല ഇതിന് പുറത്ത് ഔട്ട്കാസ്റ്റ് ചാതുർവർണ്ണ സിസ്റ്റം, അതായത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ 4 കാറ്റഗറിക്ക് പുറത്തുള്ള ആൾക്കാരുണ്ട്. ചണ്ടേളാസ് എന്നൊക്കെ പറയും അല്ലെ. ഔട്ട്കാസ്റ്റ് ആണ്, ഇവരെക്കാളും മോശമാണ് അവരുടെ അവസ്ഥ. അപ്പോ ഇത്രയും മോശപ്പെട്ട ഈ ഒരു ജാതി വ്യവസ്ഥ, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് മറ്റു മതങ്ങളിലില്ല. ഇപ്പൊ ഇസ്ലാം മതത്തിന്റെ ഒരു ചൈതന്യ മതം എന്ന് പറയുന്നുണ്ട് അല്ലെ, അതിൽ ജാതി വ്യവസ്ഥയില്ല. അപ്പൊ രാജാവായാലും അല്ലെങ്കിൽ പ്രജയായാലും പടച്ചോന്റെ മുമ്പിൽ ഒന്നാന്ന് പറയാറുണ്ട്. ക്രിസ്ത്യൻ മതത്തിനൊന്നും ജാതി വിവേചനമില്ല. എല്ലായിടത്തും മനുഷ്യന്മാർക്കുള്ള വിവേചനം. അപ്പൊ ഇസ്ലാമിലേക്ക് എടുത്ത് നോക്കുക, അവിടെ ഷിയ സുന്നികൾ തമ്മിൽ തല്ലാണ്, സമ്മതിക്കുന്നു. പക്ഷെ അവിടെ എവിടെ നമുക്ക് ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രാറ്റിഫിക്കേഷന്റെ പേരിൽ ഒരു ഇഷ്യൂ കാണാറില്ല. ഇപ്പൊ ക്രിസ്ത്യാനിറ്റി എടുക്കുക, അപ്പൊ എല്ലാ മതത്തിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അല്ലെ. അവർക്ക് ഒരു പല സഭകൾക്കും ഇടയിലുള്ള പ്രശ്നം നടക്കാറുണ്ട്. പക്ഷെ ജാതി വ്യവസ്ഥ പോലൊരു നീചമായ സിസ്റ്റം അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ മതത്തിലേക്ക് ഒരു വ്യക്തി കൺവേർട്ട് ആയി കഴിഞ്ഞാൽ അയാൾക്ക് ജാതി വ്യവസ്ഥയിൽ അയാൾ നേരിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാനുള്ള അസംഷനകത്താണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. പക്ഷെ അത് കംപ്ലീറ്റ് ആണ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അപ്പൊ ഇതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്, സോഷ്യോളജിക്കൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഇതാണ്. ഓക്കെ, ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ഒരാള് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ജനിച്ചു, അയാൾ ക്രിസ്ത്യാനിറ്റിയിലേക്കോ മറ്റോ മതം മാറുന്നു. ഈ മതം മാറിയ വ്യക്തിക്ക് അയ്യോ മതം പറ്റിപ്പോയെന്ന് ചിന്തിച്ചിട്ട് പിന്നെ തിരിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ഹിന്ദു മതത്തിലേക്ക് വരാൻ പറ്റുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരത്തെ കിട്ടിക്കൊടുന്ന റിസർവേഷൻ അതല്ലെങ്കിൽ SC ആക്ടിന് അണ്ടറിലുള്ള പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടുമോ? ഇതൊരു ചോദ്യമുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ട് കിട്ടും, നമുക്കത് കിട്ടും. പക്ഷെ അയാൾ തിരിച്ച് ചുമ്മാ ഉടായ്പിൽ വന്നാൽ പോരാ, അയാൾ ആത്മാർത്ഥമായി തന്നെ തിരിച്ചുന്ന വ്യക്തിയായിരിക്കണം. അതായത് അൺഇംപെക്കബിൾ പ്രൂഫ് ഉണ്ടായിരിക്കണം. അതായത് അയാൾ തിരിച്ച് ഈ മതത്തിലേക്ക് വരുന്നു, ആ മതത്തിന്റെ ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു. അങ്ങനെ ഗവൺമെന്റിന് ബോധ്യമാവണം അയാൾ നല്ല ഉദ്ദേശത്തോടുകൂടി തന്നെ, റിസർവേഷന് വേണ്ടി മാത്രം വന്നതല്ല, നല്ല ഉദ്ദേശത്തോടുകൂടി തിരിച്ചു വന്നതാണ്. ഗവൺമെന്റിന് ബോധ്യമുണ്ടെങ്കിൽ അയാൾക്ക് ഈ തിരിച്ച് SC കാറ്റഗറിയിലേക്ക് വരാനും റിസർവേഷൻ പോലുള്ള ഫെസിലിറ്റീസ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഉയർന്നത് മറ്റൊരു ചോദ്യമുണ്ട് അല്ലെ. ആദിവാസി വിഭാഗം, ഷെഡ്യൂൾഡ് ട്രൈബൽ ഏരിയാസ്, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഇവർക്ക് മതം പ്രശ്നമാണോ? നമ്മൾ ചെയ്തിട്ടുണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഇറ്റ് ഈസ് റിലീജിയസ് സ്പെസിഫിക് അല്ലെ. ഹിന്ദു, ബുദ്ധിസം, സിഖിസം, ഈ റിലീജിയനിലുള്ള ആൾക്കാർക്ക് മാത്രമേ SSC ടൈറ്റിൽ കിട്ടുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം, ST ടൈറ്റിൽ, അത് മതമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. കാര്യം നിങ്ങൾ നോക്കിയോ, ആദിവാസി വിഭാഗം അല്ലെ, ഗോത്ര വിഭാഗം എന്ന് പറയുമ്പോൾ ലോകത്ത് എല്ലായിടത്തും ഉള്ളതാണ്. ഇപ്പൊ ആഫ്രിക്കയിലെ ഒരു ട്രൈബൽ ഗ്രൂപ്പിന് നിങ്ങൾ സങ്കല്പിക്കാം, ആ ട്രൈബൽ ഗ്രൂപ്പ് ഹിന്ദു ആണെങ്കിൽ മാത്രമേ ട്രൈബൽ പദവി കിട്ടുള്ളൂ? ഒരിക്കലും ഇല്ല. ഈ കാസ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു സിസ്റ്റം ആണെന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കാം. അത് പല രാജ്യത്ത് കേട്ടുകളി പോലും ഇല്ല. ഓക്കെ, മറ്റ് ചില ചെറിയ പോക്കറ്റ്സിൽ ഗ്ലോബൽ ഏരിയാസിൽ ഉണ്ട്, ഈവൻ ആഫ്രിക്ക പോലും ഉണ്ട്. അതല്ല പറയുന്നത്, ഇത്ര ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ST കാറ്റഗറിക്ക് ജാതി ബാധകമല്ല. ഇപ്പൊ ST കാറ്റഗറി ഒരു വ്യക്തി ഹിന്ദുവായിട്ട് ജനിച്ചു, അല്ലെങ്കിൽ ഹിന്ദു മതത്തിനകത്ത് ജനിച്ചു, അതല്ലെങ്കിൽ അവർ പിന്നീട് ഇസ്ലാമിലേക്കോ ക്രിസ്ത്യാനിറ്റിയിലേക്കോ മതം മാറിയാലും അവരിതൊന്നും ബാധിക്കത്തില്ല. പണ്ട് കിട്ടിക്കുന്ന റിസർവേഷൻ എല്ലാം അവർക്ക് തുടർച്ചയായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. only if they continue to maintain their tribal custom identity and accepted by their community. ഇപ്പോ ST കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു, അയാൾ മതം മാറി അമേരിക്കയിലേക്ക് പോയി വലിയ സായിപ്പായിട്ട് തിരിച്ചു വരുന്നു, അയാളുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് അയാളുടെ കസ്റ്റംസ്, ആചാരാനുഷ്ഠാനങ്ങളായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും റിസർവേഷന്റെ ഭാഗമാകാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അപ്പം ST കമ്മ്യൂണിറ്റിയിലെ മെമ്പർ
ഏത് മതമായാലും ഒരു പ്രശ്നവുമില്ല, പക്ഷേ അദ്ദേഹം ഈ പറയുന്ന ക്രൈറ്റീരിയാസ് പരിപാലിച്ചിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്ലാരിറ്റി വന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിനി പോകാനുള്ളത് മറ്റൊരു പോയിന്റിലേക്കാണ്, അതർ പോയിന്റ്സ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, സുപ്രീം കോടതിയുടെ തന്നെ വെർഡിക്റ്റ് ഉണ്ടല്ലോ, ഹിന്ദു മതം എന്ന് പറയുന്നത് അത് ഒരു മതമല്ല, ഒരു വേ ഓഫ് ലൈഫ് ആണെന്ന് പറയുന്നത്. മതത്തിനേക്കാൾ ഉയർന്നാണ് എന്താ പറയുക, വേ ഓഫ് ലൈഫ് എന്നുള്ള ചിന്താഗതി. എല്ലാ മതത്തിനും ഗുണമുണ്ട് ദോഷമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ അതായത് ഒറിജിനൽ ഹിന്ദു സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട് അല്ലെ, ചാർവക, വൈശേഷിക എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു തോട്ടില് ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോലും പ്രസക്തിയില്ല. നിങ്ങൾ മനസ്സിലാവും, അവിടെ ആത്മൻ ബ്രഹ്മൻ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ആണ്. ദൈവത്തിനേക്കാൾ വലുതാണ് മനുഷ്യൻ എന്നുള്ള എന്താ പറയാ, നവീനമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും മനോഹരമായിട്ടുള്ള ഫിലോസഫീസ് വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു മതമാണ് ഹിന്ദുമതം. തത്വമസി അഹമാത്മാ ബ്രഹ്മ എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതേ മതത്തിൽ തന്നെ ഉള്ള നീചമായ ഒരു പ്രവൃത്തിയാണ് ജാതിചിത്ത. ശങ്കരനും ശ്രീനാരായണ ഗുരുവും അംബേദ്കർ എല്ലാവരും എതിർത്തതും ഇതേ ചിന്തയെ തന്നെയാണ്. അപ്പം ഒരു മതവും 100% പെർഫെക്റ്റ് അല്ല, ഒരു മതവും 100% മോശവുമല്ല. അതാണ് നമ്മൾ ഈ ഹിസ്റ്ററി പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ്. അപ്പൊ 100% പെർഫെക്റ്റ് അല്ല, 100% മോശമല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക അല്ലെ. യെസ്, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം, അതർ പോയിന്റ്സ്. ഇനി കുറച്ചൊരു 3 റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളും കൂടി ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അല്ലെ. ആർട്ടിക്കിൾ 341 എന്താണെന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. പത്രങ്ങൾ ഇതിപ്പോ കത്തി നിൽക്കുകയാണ്. ആർട്ടിക്കിൾ 341 നിങ്ങൾ മനസ്സിലാക്കുക, ആർട്ടിക്കിൾ 341 എന്ന് പറയുന്ന ആർട്ടിക്കിളിന്റെ അണ്ടറിലാണ് ആരാണ് SC, ആരാണ് ST എന്ന് നിർവചിക്കപ്പെടുന്നതല്ല, സെലക്ട് ചെയ്യപ്പെടുന്നത്. ആരെ ഇവരൊക്കെ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ SC കാറ്റഗറിയിൽ ഇന്ന ആള് വരണം, SCയിൽ ഇന്ന ആള് വരണം. അത് പ്രസിഡൻഷ്യൽ ഡിസിഷൻ ആണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 341 അണ്ടറിലാണ് ഇപ്പം ചില കാസ്റ്റുകൾ അല്ലെങ്കിൽ ചില വംശം, റേസ് അല്ലെങ്കിൽ ചില ട്രൈബൽ ഗ്രൂപ്പ്സ് ഇവരെയൊക്കെ ഒഫീഷ്യലി ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് എന്താ പറയാ ആ ലിസ്റ്റിലേക്ക് പെടുത്തുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അതിന് സാങ്ഷൻ കൊടുക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 341. അപ്പൊ പ്രസിഡന്റ് ലിസ്റ്റ് ഇടും. ഈ ലിസ്റ്റിനകത്ത് മാറ്റം വരുത്താനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. നിയമനിർമ്മാണത്തിൽ കൂടെ, അതായത് ലെജിസ്ലേറ്റീവ് പ്രോസസ്സിൽ കൂടെ ആ ലിസ്റ്റിനകത്തേക്ക് ആൾക്കാരെ ആഡ് ചെയ്യാം, ആൾക്കാർ റിമൂവ് ചെയ്യാം, അതൊക്കെ ചെയ്യാം കേട്ടോ. ഈ 2 പോയിന്റുകൾ ഓർത്തണം. എന്താണ് പാർലമെന്റിന്റെ റോൾ, SCയെ ഐഡന്റിഫൈ ഉള്ള പാർലമെന്റിന്റെ റോൾ, പ്രസിഡൻഷ്യൽ റോൾ എന്താണ് അതെല്ലാം ഐഡന്റിഫൈ ചെയ്യാം. ഗവർണറ്റോറിയൽ റോൾ, ഗവർണർ റോൾ എന്താണെന്ന് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, STയിലേക്ക് വരുമ്പോഴാണ് കൂടുതലും വരുന്നത്. ഓക്കെ, ലാസ്റ്റ് എനിക്ക് നിങ്ങളുടെ ഒറ്റ പോയിന്റ് കൂടാണ് പറയാനുള്ളത്. ഷെഡ്യൂൾ കാസ്റ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി സ്പെസിഫിക് ആണ്. അതായത് ഇപ്പൊ കേരളത്തിൽ SC ആയിട്ട് അംഗീകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ കാശ്മീരിൽ പോയാൽ SC ആയിട്ട് അംഗീകരിക്കണമെന്നില്ല. അപ്പൊ ഓരോ സംസ്ഥാനങ്ങളുടെ ഉള്ളിലും ഓരോ പർട്ടിക്കുലർ കാസ്റ്റ് ആയിരിക്കും SC ആയിട്ട് വരിക. അപ്പൊ തമിഴ്നാട്ടിൽ SC കാറ്റഗറി ചിലപ്പോൾ കേരളത്തിൽ SC ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഇവിടെ റിസർവേഷൻ കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നാഷൻ വൈഡ് ഡെസിഗ്നേഷൻ ഒന്നും അല്ല, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓർ UT സ്പെസിഫിക് ഡെസിഗ്നേഷൻ. അത് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഒരു ചോദ്യം, ഒരു ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. ഏത് ഭരണഘടനാ അനുച്ഛേദത്തിലാണ് നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ ഉള്ള അവകാശം, പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം, ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ഓഫ് റിലീജിയൻ, അത് തരുന്ന ഏത് ഭരണഘടന ആർട്ടിക്കിളാണെന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഇതുപോലെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കണം. അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തോക്കാൻ സാധിക്കില്ല. PSCയുടെ പൾസ് അറിഞ്ഞ് പഠിക്കുക, UPSC എക്സാംസിന്റെ ഹാർട്ട് അറിഞ്ഞ് പഠിക്കുക. നമുക്ക് ഉറപ്പായും നമ്മൾ സ്വപ്നം കാണുന്ന ജോലി നേടിയെടുക്കാൻ സാധിക്കും. ഒരു നെഗറ്റീവ് ചിന്തകൾക്കും നിങ്ങൾ സ്ഥാനം കൊടുക്കരുത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.